ഹലോ ഗൈസ്, എല്ലാവർക്കും കാൽപ്പൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊപ്പം വീഡിയോയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അർഷാദ്, ഫർസീൻ ആൻഡ് ദത്ത്. ഹായ് ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസിന്റെ ലൈനപ്പ് ബ്രാക്കറ്റ് ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോ അതിന് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നു, ഏത് ടീം ക്വാളിഫൈ ആവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പ്രീ ക്വാർട്ടറിന്റെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. പല ടീം കറക്റ്റ് ആയിട്ടുണ്ട്, പല ടീം വട്ടത്തിലും ത്രികോണത്തിലും ചതുരത്തിലും കുത്തിയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മള് ഇവര് മൂന്നാളുടെയും ഒപ്പം എന്റെയും ക്വാർട്ടർ ഫൈനൽ പ്രഡിക്ഷൻ എന്തായിരിക്കും എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോ ലെറ്റ്സ് ഗോ സ്കിപ്പ് ടു ദ വീഡിയോ. റോഹിത്തിന്റെ പ്രഡിക്ഷൻ എന്തായാലും വേണം. 90% ശരി, തെറ്റായ സാധനം കാണുന്നില്ലേ? എടാ എടുത്തോ. കാണുന്നുണ്ട് കാണുന്നുണ്ട്. കാണുന്നുണ്ട്. റെഡി അല്ലേ? ഓക്കെ, തുടങ്ങിക്കോ. അപ്പോ ഫസ്റ്റ് ആര്? ഫസ്റ്റ് മിച്ചു, ഫർസി, ദത്ത് അങ്ങനെ പോയാ പോരെ? എടാ ആ. മീറ്റിംഗ് 10 മിനിറ്റിൽ എന്റെ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുത്തോട്ടാ. അപ്പോ മിർഷാദ്, സ്പെയിൻ വേഴ്സസ് ജർമ്മനി ആര് ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്? ജർമ്മനി. പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് ആർക്കായിരിക്കും വിന്നിന് ചാൻസ്? രണ്ടു ഊള കളി കളിച്ച ടീംസ് ആയി. ഫ്രാൻസ്. ഫ്രാൻസിന്റെ ഒരു റിവെഞ്ച് ആയിരിക്കും. ഫ്രാൻസ് 2016. അതെ അതെ. നെതർലാൻഡ്സ് വേഴ്സസ് ടർക്കി ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? തുർക്കി. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഇംഗ്ലണ്ട് വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. ഇംഗ്ലണ്ട് ജയിക്കും എന്നാണ്, പക്ഷെ ജയിക്കരുത് എന്റെ ആഗ്രഹം. അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡ് ആയിക്കോട്ടെ. ജയിക്കരുത് എന്റെ ആഗ്രഹം. സ്വിറ്റ്സർലാൻഡ് നല്ല കളിയാ, സ്വിറ്റ്സർലാൻഡ്. അപ്പോ നിഷാദിന്റെ പ്രഡിക്ഷൻ പ്രകാരം സ്പെയിൻ വേഴ്സസ് ജർമ്മനി, ജർമ്മനി ജയിക്കും. പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്, ഫ്രാൻസ് ജയിക്കും. അതുപോലെ നെതർലാൻഡ്സ് വേഴ്സസ് ടർക്കി, ടർക്കി ജയിക്കും. അതുപോലെ ഇംഗ്ലണ്ട് വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്, സ്വിറ്റ്സർലാൻഡ് ജയിക്കും. സ്വിറ്റ്സർലാൻഡ്. യെസ്. ഇത് റീസ്റ്റാർട്ട് ചെയ്താൽ മതി പേജ്. 8.5 മിനിറ്റ് ഉണ്ട്. വല്ലാണ്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഫർസീന്റെ പ്രഡിക്ഷൻസ് എങ്ങനെയാണെന്ന് കേൾക്കാം. സ്പെയിൻ വേഴ്സസ് ജർമ്മനി ആര് ജയിക്കും? ടഫ് മാച്ച് ആണ്, എൻഡ് ടു എൻഡ് മാച്ച് ആയിരിക്കും. ഒരു ചെറിയൊരു എഡ്ജിന് ജർമ്മനി ജയിക്കും. ഓക്കെ, പോർച്ചുഗൽ വേഴ്സസ് ഞാൻ ഫ്രാൻസ് പറയാൻ ആർക്കായിരിക്കും? പാടില്ല. അതില്ല. ഓക്കെ, പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് ആര് ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്? ഇതും ടഫാണ്. അത് നല്ല മാച്ചാണ്, ടഫ് പ്രഡിക്ഷൻ ആണ്. ഇത് രണ്ട് ഊളകളായോണ്ട് ടഫാണ്. ഏതിലെടുക്കണം? ഞാൻ പറഞ്ഞുതരാം. പോർച്ചുഗൽ പറയും. ഈ കളി എനിക്ക് തോന്നുന്നു അണ്ണന്റെ റിഡംഷൻ ആയിരിക്കും. അണ്ണന്റെ പോർച്ചുഗൽ. സ്വാഭാവികം. ഫർസീന്റെ ഉള്ളിൽ ആ റൊണാൾഡോ ഫാൻ തന്നെയാണ് നമ്മളിപ്പോ കണ്ടത്. അതെ അതെ അതെ. അറിയൂ, പോർച്ചുഗലിലെ ജേഴ്സി ഇട്ടിട്ട് അണ്ണൻ ഇപ്പോഴും 0 ഗോളാണ് കേട്ടാ. അണ്ണൻ ഇപ്പോഴും 0 ഗോളാ. അത് മാറും അടുത്ത കളി. ഓക്കെ, നെതർലാൻഡ്സ് വേഴ്സസ് ടർക്കി ആരായിരിക്കും ജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ്? നെതർലാൻഡ്സിന്റെ ക്വാളിറ്റി കഴിഞ്ഞ കളി കണ്ടു. തുർക്കിക്ക് അതിനെന്തായാലും ജയിക്കാം. ഇംഗ്ലണ്ട് വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്. എങ്ങനെ? ഇംഗ്ലണ്ട് വേഴ്സസ് ശരിയാവണമെങ്കിൽ തുർക്കിയെ സെലക്ട് ചെയ്തു. ഒരാള് പറ. ഇല്ല, നെതർലാൻഡ്സ് ജയിക്കും. കാരണം രക്ഷയില്ല. ഡീപ്പെ പുറത്താക്കി വെഗോസ് ഇറക്കുകയാണെങ്കിൽ കൂടുതൽ ജയിക്കും. ഡീപ്പെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുർക്കിക്ക് ചാൻസ് ഉണ്ട്. എന്നാലും നെതർലാൻഡ്സ്. ഇംഗ്ലണ്ട് വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്
ബീങ് ആൻ ഇംഗ്ലണ്ട് ഫാൻ, ഫാൻ ബോയ് ഫർദി ഫാൻ ബോയ് എനിക്ക് മൊമെന്റ്. ഇംഗ്ലണ്ട് ജയിക്കണം എന്നാണോ തോക്കണം എന്നാണോ? ഇംഗ്ലണ്ട് ഫാൻ. ഇംഗ്ലണ്ട് ഫാൻ ഇംഗ്ലണ്ട് ജയിക്കണം എന്നായിരിക്കുമല്ലോ എന്തായാലും. ജയിക്കും, ഇംഗ്ലണ്ട് ജയിക്കും എന്തായാലും. ടഫ് മാച്ച് ആയിരിക്കും. ഫുൾ പാർക്ക്, സൗത്ത് ഗേറ്റ് ആസ് യൂഷ്വൽ ഫുൾ പാർക്ക്. ഒരു ഗോൾ അടിച്ച് ഫുൾ പാർക്ക് ആയിരിക്കും. 4-5 ഡിഫൻഡേഴ്സിന് പിന്നെ ആഡ് ചെയ്തിട്ട് ഈ കോൺസാനെ ഗോമസിനൊക്കെ ഫുൾ പാർക്കിംഗ് ആയിരിക്കും. ഒരു ഗോൾ അടിച്ചിട്ട് ജയിക്കും, തട്ടിമുട്ടി ജയിക്കും. അപ്പോ ഫർദിന്റെ പ്രഡിക്ഷൻസ് പ്രകാരം സ്പെയിൻ വേഴ്സസ് ജർമ്മനിയിൽ ജർമ്മനി ജയിക്കുന്നു, പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസിൽ പോർച്ചുഗൽ ജയിക്കുന്നു, നെതർലാൻഡ്സ് ടർക്കി മാച്ചിൽ നെതർലാൻഡ്സും, ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡിൽ ഇംഗ്ലണ്ടും ജയിക്കുന്നതാണ്. അപ്പൊ ഫർദിന്റെ ഉള്ളിൽ ഒരു ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു അണ്ണൻ ഫാനാണ് നമ്മളിപ്പോ കണ്ടത്. ലിവർപൂൾ മാഞ്ചസ്റ്റർ ബന്ധം. 5.5 മിനിറ്റ് സെത്തിന്റെ കുറച്ചുകൂടി ഫാസ്റ്റ് ആകുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ആയിക്കോ. ഫസ്റ്റ് ആക്കാം ഇല്ലേ? ഓക്കെ, അപ്പോ 5.5 മിനിറ്റ്. നെക്സ്റ്റ് ഡെത്തിനോടാണ്. സ്പെയിൻ വേഴ്സസ് ജർമ്മനി മാച്ച് ക്വാർട്ടർ ഫൈനൽ ആരായിരിക്കും ജയിക്കാൻ ചാൻസ്? ജർമ്മനി. സ്പെയിൻ ജർമ്മനിക്ക് അപ്പുറം അവർ ജയിച്ചോളൂ. പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്, രണ്ട് ഊളകൾ അത് കളി ഫ്രാൻസ് കളിക്കുന്ന ജയിക്കും. ടീമാണ്. ഊള ടീമാണെങ്കിലും ഫ്രാൻസ് ജയിക്കും. കാരണം അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കൂടുതലാണ്. ചിലവര് പറയും അണ്ണന്റെ ടെൻഷനാന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല. വെട്ടിക്കടയൊക്കെ അടച്ചു പൂട്ടാൻ ഡ്രൈവായി. കളിയായിട്ട് കൂടി ഫ്രാൻസ് ജയിക്കും എന്ന് പറയണെങ്കിൽ പോർച്ചുഗലിന്റെ അവസ്ഥ എന്താടാ? എന്താ അത്? നെതർലാൻഡ്സ് വേഴ്സസ് ടർക്കി, ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിൻ പെർസെന്റേജ്? ഒറ്റ പേര് കൊയ്മാൻ. അതുകൊണ്ട് ടർക്കി ജയിക്കും. അത്രേ ഉള്ളൂ, അതൊക്കെ അത്രേ ഉള്ളൂ. ടർക്കി ജയിക്കും. സീരിയൽ ബോട്ടിൽ. ഇംഗ്ലണ്ട് വേഴ്സസ് സ്വിറ്റ്സർലാൻഡ്, ഇതാണ് ശരിക്കും ഏറ്റവും ടഫസ്റ്റ് മാച്ച്. കാരണം ചത്ത് പണിയെടുക്കുന്ന സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ഒരു പണിയെടുക്കാണ്ട് മറ്റേ പാസ്സാവുന്ന ടീം ഉണ്ടാവൂലേ, അതുമാതിരി ഇംഗ്ലണ്ട് ജയിച്ചു പോകും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഫുട്ബോൾ ഹെറിറ്റേജ് സെമിയിലെങ്കിലും ഒന്ന് തോറ്റ് കിട്ടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാരമില്ല, അവസാനം ജർമ്മനിയോ കിട്ടുമല്ലോ, നല്ല കളിക്കണം. അപ്പൊ ശരിയായിരിക്കും. അത് ഫൈനല്. അപ്പോ ദത്തിന്റെ പ്രൊഡിക്ഷൻസ് പ്രകാരം സ്പെയിൻ ജർമ്മനി മാച്ച് ജർമ്മനി ജയിക്കുന്നു, ഫ്രാൻസ് പോർച്ചുഗല് ഫ്രാൻസ് ജയിക്കുന്നു, അതുപോലെ നെതർലാൻഡ്സ് ടർക്കി ജയിക്കുന്നു, ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡ് ഇംഗ്ലണ്ട് ജയിക്കുന്നതാണ്. അപ്പോ ഇനി എന്റെ പ്രൊഡിക്ഷൻ അല്ലേ, 3.5 മിനിറ്റ്. രോഹിത്, എന്റെ പ്രൊഡിക്ഷൻ ആണ് മോനെ. ഞാൻ പറയാം. എന്റെ ഞാൻ പറയാം സ്പെയിൻ. അതല്ല മൂപ്പര് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തരാം. കൊടുക്കട്ടെ? അപ്പൊ ഇനി എല്ലാരും കാത്തിരിക്കുന്ന ഹോസ്റ്റ് ആയിട്ടുള്ള എന്റേതായ പ്രൊഡിക്ഷൻ. കഴിഞ്ഞ റൗണ്ട് ഓഫ് 16 വെറും ഒരേ ഒരു പ്രൊഡിക്ഷൻ മാത്രം കറക്റ്റ് ആക്കിയ ഹോസ്റ്റ് ആയിട്ടുള്ള എന്റെ പ്രൊഡിക്ഷൻ ആണ്. അപ്പൊ എന്റെ പ്രൊഡിക്ഷൻ, ബീങ് എ സ്പെയിൻ ഫാൻ ഓഫ് കോഴ്സ് ഐ വിൽ റൂട്ട് ഫോർ സ്പെയിൻ. അതെല്ലാവർക്കും അറിയാം, ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പോർച്ചുഗൽ ഫ്രാൻസ്, ഈ മറ്റേ തീട്ടവും കൂട്ടിച്ചേർക്കുമ്പോ തീക്കുടി എന്ന് പറയുന്ന പോലെ ഇവിടെ ഞാന് പോർച്ചുഗലിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. പോർച്ചുഗല് ഫർസീൻ പറഞ്ഞ പോലെ തന്നെ അണ്ണന്റെ റിഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അണ്ണൻ അന്നേരം മോട്ട തന്നെ ആയിരിക്കും. ബട്ട് സ്റ്റിൽ പോർച്ചുഗൽ അവിടെ ജയിച്ചു കയറാനാണ് ഞാൻ ചാൻസ് കാണുന്നത്. അത് തന്നെ. എന്നാലും ഫാൻ ബോയ്സിന്റെ ഓരോരോ ആഗ്രഹം. പിന്നെ നെതർലാൻഡ്സ് ടർക്കി. നെതർലാൻഡ്സിന്റെ കോച്ച് നമ്മുടെ സ്വന്തം, നമ്മുടെ മുത്തുമണി ആയിട്ടുള്ള, ലോകം കണ്ട എക്കാലത്തെ മികച്ച കോച്ചായിട്ടുള്ള കോമൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ടർക്കിക്കാണ് റൂട്ട് ചെയ്യുന്നത്. അതുപോലെ പിന്നെ നെതർലാൻഡ്സ് പറഞ്ഞത് ഇപ്പൊ ഫർസി മാത്രമാണ് കേട്ടോ. പിന്നെ ഓൾ ഓർ നത്തിങ് ഫർസി. അപ്പോ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡ് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു വേൾഡ് കപ്പ്, അതായത് പണ്ട് മെസ്സിന് എന്താണോ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാത്ത ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ, അതുപോലെ ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാത്ത ഒരു വേൾഡ് ക്ലാസ് കോച്ച് ഇംഗ്ലണ്ടിന്റെ കോച്ച് ആയതുകൊണ്ട് തന്നെ, അതുപോലെ സ്വിറ്റ്സർലാൻഡ് ചത്ത് പണിയെടുക്കുന്ന ടീമായതുകൊണ്ടും, ഇംഗ്ലണ്ടിന് മറ്റേ എന്താണ് MCQല് ടിക്ക് മറ്റേ പ്രാർത്ഥിച്ചിട്ട് പാസ്സാവുന്ന ടൈപ്പ് ആൾക്കാരായതുകൊണ്ടും ഞാൻ അവിടെ ഇംഗ്ലണ്ടിനാണ് വോട്ട് ചെയ്യുന്നത്.
സോ എന്റെ പ്രൊഡിക്ഷനിൽ സ്പെയിന്, പോർച്ചുഗൽ ആൻഡ് ടർക്കി ആൻഡ് ഇംഗ്ലണ്ട് ഇവരായിരിക്കും സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്യാന്നാണ്. അപ്പൊ ഇതിൽ ആരുടെ പ്രൊഡിക്ഷൻസ് കറക്റ്റ് ആവും, ആരുടെ മുൻപി കുത്തും എന്നുള്ളത് വരുന്ന സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ മാച്ചുകളിൽ നമുക്ക് കാണാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അല്ല, ടർക്കി ഇപ്പോ സെമി വരെയൊക്കെ എത്തി. അതൊരു ഭയങ്കര അവരുടെ റണ്ണായി. എന്താ നോട്ടബിളി ആയിട്ടുള്ള ഭയങ്കര റണ്ണായി അവർ അതെ, മൊറോക്കോ 2022 വേൾഡ് കപ്പിൽ കാഴ്ചവെച്ച പോലെ തന്നെ ഇവരുടെ ഈ റൺ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അതിപ്പോ ഇംഗ്ലണ്ടിനൊക്കെ കിട്ടുകയാണെങ്കിൽ ഫൈനലിലേക്ക് തന്നെ എത്താനുള്ള ചാൻസും ഉണ്ട്. അതെ, അപ്പൊ നമുക്ക് കാണാം ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഔട്ട് റോഡ് കെട്ട്. അപ്പൊ എല്ലാരും പ്രൊഡിക്ഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ആരുടെ പ്രൊഡിക്ഷൻ ആണ് കറക്റ്റ് ആവുക, ആരുടെ പ്രൊഡിക്ഷൻ ആണ് തെറ്റുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നല്ല അടിപൊളി മാച്ചസ് ഒക്കെ ക്വാർട്ടർ ഫൈനലിൽ എല്ലാവർക്കും കാണാൻ പറ്റാട്ടെ. അതുപോലെ എല്ലാവരും നല്ല അടിപൊളി കളി കളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ബൈ ഗൈസ്. ബൈ. കഴിഞ്ഞു.